അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റെഫറൻസ് ഇമേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല, എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സ്കെച്ച് വരച്ചെടുക്കുക. ഓക്കെ, ഇനി പെയിൻറ്റ് ചെയ്യൽ ഇപ്പോൾ എടുത്ത ആ യെല്ലോ എടുക്കുക, എന്നിട്ട് ഞാൻ മിഡിലൊരു ലൈൻ കാണുന്നില്ലേ, ആ ലൈൻ വരെ യെല്ലോ കൊടുക്കുക. പിന്നെ നമ്മുടെ സണ്ണിനെ എന്തായാലും ഒഴിവാക്കണം. ഇനി ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മാസ്കിങ് ടേപ്പ് ഉണ്ടാവുമല്ലോ, മാസ്കിങ് ടേപ്പ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ നമ്മുടെ സൂര്യൻ്റെ ആ പോർഷനിൽ ഒട്ടിച്ച് വെക്കണം. ഓക്കെ, ഇനി രണ്ടാമത് താഴെ നമ്മൾ ഏറ്റവും ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുക. ഓക്കെ, ഇനി കുറച്ച് ബ്രൗൺ എടുക്കുക. ബ്രൗണും ലൈറ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തോണി ഭാഗത്തിലേക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ലെയർ കേട്ടോ. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ആദ്യം എടുത്ത ആ യെല്ലോ തന്നെ കുറച്ച് നന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ സണ്ണിനെ ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക ഇതുപോലെ. ഓക്കെ, ഇനി ഈ ഓറഞ്ചും ഈ യെല്ലോയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലൗഡ്സ് വരയ്ക്കാൻ പോവുകയാണേ. അപ്പം മുകളിൽ ഇങ്ങനെ അത് കൊടുത്തിട്ട് വാട്ടർ മാത്രം എടുത്തിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് വാട്ടർ മാത്രം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴെയും കൊടുക്കുക, സെയിം താഴെ കൊടുത്തിട്ട് മിഡിലേക്ക് ബ്രഷ് മാത്രം എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ലൈറ്റായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആദ്യം തന്നെ ഡാർക്ക് കൊടുത്താൽ നമ്മുടെ പെയിൻറ്റ് കൊളാവും. സോ നമ്മൾ ലൈറ്റിൽ നിന്ന് ലെയർ ചെയ്ത് ഡാർക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എടുത്തത് നേരത്തെ എടുത്ത ബ്ലൂവും നമ്മുടെ പെയിൻറ്റിൻ്റെ മിഡിലിൽ ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ലെയർ കൊടുക്കുന്നത്. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈൻ പോലെയൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വാട്ടറിൻ്റെ റിയലിസ്റ്റിക് ഫീൽ കിട്ടും. ഓക്കെ, ഇനി ബ്രൗണ് തന്നെ നമ്മൾ കുറച്ച് കട്ടിയിലെടുക്കുകയാണ്. അതായത് വാട്ടർ കുറച്ചിട്ട് പെയിൻറ്റ് കൂട്ടിയിട്ട് എടുത്തിട്ട് തോണി ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ സെയിം തന്നെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് ആ ഓറഞ്ചും യെല്ലോ മിക്സ് എടുത്തിട്ട് ക്ലൗഡ് വരക്കാൻ നോക്കുകയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഇട്ട ലെയർ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ വരക്കാവുള്ളൂ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഡ്രൈ ആവാണ്ട് തന്നെ കൊടുത്തുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ ക്ലൗഡ് ഇത്തിരി അങ്ങോട്ട് കൊളായിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് നെക്സ്റ്റ് ലെയർ ഇടുമ്പോൾ നിങ്ങൾ ആ ഓൾറെഡി ഇട്ട ഫസ്റ്റ് ലെയർ കുറച്ച് ഡ്രൈ ആയില്ലേന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആകാശത്തിന് തൊട്ട് താഴെയുള്ള വെള്ളം പോർഷനിൽ യെല്ലോയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡാർക്ക് ബ്ലൂ, അതായത് ഡാർക്ക് ബ്ലൂ അല്ല, നമ്മുടെ നടുക്കുള്ള ലൈറ്റ് ബ്ലൂ എടുക്കുന്നു. വീണ്ടും നമ്മളെന്താണ്, ഈ ഒരു തോണീൻ്റെ ഷാഡോ ഒക്കെ വെള്ളത്തിൽ വരുന്ന ഭാഗത്തേക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്യില്ല, നമ്മളൊരു വെള്ളത്തിൻ്റെ എഫക്റ്റൊക്കെ വരുന്ന പോലെ ഫില്ല് ചെയ്യുള്ളൂ. കാരണം ഇത് വാട്ടർ കളറാണ്, നമുക്ക് വൈറ്റ് വെച്ചിട്ട് പിന്നീട് വെള്ളത്തിൻ്റെ എഫക്റ്റ് വരുത്താമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. നമ്മൾ ആക്രിലിക്കോ അല്ലെങ്കിൽ വാഷ് പെയിൻറ്റോ ആണെങ്കിൽ നമുക്കങ്ങനെ പറ്റും. അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ വേണം. വൈറ്റുള്ള പാർട്ടുകൾ എപ്പോഴും നമ്മൾ പെയിൻറ്റ് ചെയ്യാതെ ഒഴിവാക്കി വെക്കണം. നമുക്കൊരിക്കലും പിന്നീട് വൈറ്റ് വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, ബ്രൗണ് കുറച്ചും കൂടെ ഡാർക്കായി എടുത്തിട്ട് തോണിക്ക് കൊടുക്കുവാണേ. അതുപോലെ സെക്കൻഡ് ലെയറിലുള്ള ലൈറ്റ് ബ്ലൂ എടുത്തിട്ടാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ ഡാർക്ക് ബ്ലൂയിലേക്ക് പോയില്ല. ഓക്കെ, പിന്നെ ലൈറ്റ് ബ്ലൂ എടുത്തിട്ട്, അതായത് ലാസ്റ്റ് ലെയറിലുള്ള ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് തോണീൻ്റെ ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ലൈൻ പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് വെള്ളത്തിൻ്റെ ഫീൽ കിട്ടുക. അങ്ങനെ കൊടുക്കുക. പിന്നെ മിഡിൽ പോർഷനിൽ കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അതായത് ആ യെല്ലോയും ആ ബ്ലൂവും കുറച്ച് മിക്സ് വന്ന പോലെ. ഇനി നമ്മൾ ഓറഞ്ച് മാത്രം എടുത്തിട്ടാണ് ക്ലൗഡ് കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഓറഞ്ച് പ്ലസ് യെല്ലോ ആണ് കൊടുത്തത്, ഇപ്പോൾ ഓറഞ്ച് മാത്രമാണ് എടുക്കുന്നത്. എന്നിട്ട് ക്ലൗഡിൻ്റെ ഷേപ്പിൽ കൊടുക്കുകയാണ്. എൻ്റെ ക്ലൗഡ് ഭയങ്കര ഫ്ലോപ്പാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ ഏറ്റവും ബോട്ടം, അതായത് നമ്മുടെ വെള്ളവും ആകാശവും മുട്ടുന്ന ആ ഒരു പോർഷനിലും കുറച്ചായിട്ട് ഓറഞ്ച് കൊടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ സണ്ണിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ക്ലൗഡ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ,
തോണി ഇച്ചിരി കൂടെ ഡാർക്കാക്കുകയാണ്. ഞാൻ ഡാർക്കാക്കുന്നത് എന്ത് വെച്ചിട്ടാന്ന് വെച്ചാൽ ആ ബ്ലൂ ഇല്ലേ, അതായത് സെക്കൻഡ് ലെയറിലെ ലൈറ്റ് ബ്ലൂ പെയിൻറ്റിൽ, അതായത് പെയിൻറ്റ് ബോക്സിൽ സെക്കൻഡ്, അതായത് മിഡിൽ ലെയറിൽ ലൈറ്റ് ബ്ലൂ എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ തോണിക്ക് ഡാർക്കാക്കി കൊടുത്തത്. ഇനി ഇപ്പം ചെയ്യുന്നത് ബ്രൗണും കുറച്ച് ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് ഡാർക്കാക്കി കൊടുക്കുന്നത്. ഔട്ട്ലൈനായിട്ട് നമ്മൾ ഡാർക്കാക്കി കൊടുത്ത് മിഡിൽ ഭാഗത്തിലേക്ക് നമ്മൾ വെള്ളം മാത്രം എടുത്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മളിതാ ഡാർക്ക് ബ്ലൂ എടുക്കാൻ പോവാണ്. അതിന് തന്നെ കൊടുക്കാൻ പോകുന്നത് ഷാഡോ ആണ്, അതായത് തോണീൻ്റെ വെള്ളത്തിലുള്ള ഷാഡോക്കാണ് നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് ബ്ലൂ എടുത്ത് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴും നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈറ്റ് ബ്ലൂ കാണുന്ന വിധത്തിൽ വേണം കൊടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ തോണിയിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അപ്പം അതിൻ്റെ ഷാഡോയും വെള്ളത്തിൽ വേണം. അതും നമ്മൾ ഈ ഒരു ഡാർക്ക് ബ്ലൂ കൊണ്ട് കുറച്ച് വെള്ളമാകുമ്പം ഒരു വളഞ്ഞൊരു സ്ട്രക്ചറായിരിക്കുമല്ലോ ഉണ്ടാവുക, അപ്പോൾ അതുപോലെ വരച്ചെടുത്താൽ മതി. എൻ്റെ ക്ലൗഡ് ഇച്ചിരിയും കൂടെ ഡാർക്കാക്കാൻ ഞാൻ മെറൂണ്, അതായത് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് പ്ലസ് മെറൂണ് മിക്സ് ചെയ്തിട്ടാണ് ക്ലൗഡ് ഇച്ചിരി കൂടെ ഡാർക്കാവുന്നത്. അതായത് ഏറ്റവും ടോപ്പിൽ ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് മിഡിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണേ. അത് ഓൾറെഡി എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് വെറ്റ് കൂടിപ്പോയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ബ്ലെൻഡിങ് അതിലാവുന്നില്ല ക്ലൗഡിൽ. അതായത് ഞാൻ ഓവറായിട്ട് വെള്ളം ഇട്ടു, അത് ഡ്രൈ ആവാണ്ട് തന്നെ അടുത്ത ലെയർ ഇട്ടു, അത് ഡ്രൈ ആവാണ്ട് തന്നെ അടുത്ത ലെയർ ഇട്ടു. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, നമ്മൾ ഓവറായിട്ട് വെറ്റായി കഴിഞ്ഞാൽ ഒരു കീറാൻ പോകുന്നൊരു ടെൻഡൻസി ഉണ്ടാവില്ലേ പേപ്പർ, അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് പണിയാൻ പോയില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇപ്പം ഞാൻ മെറൂണ് വെച്ചിട്ടാണ് കേട്ടോ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും അതായത് വെള്ളവും ആകാശം മുട്ടുന്നവിടെയും ഞാൻ ആ മെറൂണ് വെച്ചിട്ട് ഡാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ചെയ്തത് എന്താണെന്നറിയോ, മെറൂൺ പ്ലസ് കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിഡിൽ പോർഷനിൽ വരുന്ന വിധത്തിൽ കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു സന്ധ്യയിലുണ്ടാകുന്ന ഒരു തരം ക്ലൗഡ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബിഗിനേഴ്സ് കുറേ ആൾക്കാർ കുറച്ച് നേച്ചർ പെയിൻറ്റിങ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്യൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വരച്ച് നോക്കുക. പിന്നെ ഞാൻ ഇടാത്തത് കുറച്ച് തിരക്കുകളൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ പെയിൻറ്റിങ്ങൊന്നും ഇടാത്തത്. അല്ലാണ്ട് നിങ്ങളെ മറന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനൊരു വാല്യൂ ഇല്ലാത്തതുകൊണ്ടോ എന്നല്ല, കുറച്ച് ബിസി ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, ആ മിഡിലുള്ള ഡാർക്ക് ബ്ലൂ നന്നായിട്ട്, അതായത് വെള്ളം കുറച്ചിട്ട് ബ്ലൂ കൂടുതൽ എടുത്തിട്ടാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ താഴത്തെ ഹൈപ്പ് എന്തായാലും ക്ലിക്ക് ചെയ്യണം കേട്ടോ വരച്ച് നോക്കുമ്പോൾ. അപ്പോഴേ നമ്മുടെ ഈ വീഡിയോ കുറച്ച് കൂടുതൽ ആൾക്കാരിൽ എത്തുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണണേ. ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നോക്കിയിരുന്നിരുന്ന് എനിക്ക് മതിയായി കേട്ടോ. 100K എത്തിയിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ 100K പോയിട്ട് ഈ 50 കടക്കുന്നത് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ 100K പെട്ടെന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് പ്രോസസ്സൊന്നും പറയാനൊന്നുമില്ല. ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം വരച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ല, പേപ്പറൊക്കെ കൊളായിട്ടുണ്ട്, ഞാൻ വരച്ചിട്ട് നന്നായിട്ട് കൊളാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് ഈ ലൈൻസൊക്കെ വരച്ചു കൊടുത്തത്. അത് നിങ്ങൾ ബ്രൗൺ വെച്ച് വരച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്നത് ബ്ലാക്ക് വെച്ചിട്ട് ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ കുറച്ച് ബ്ലാക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു ഭംഗിയൊക്കെ വന്നു. നമ്മുടെ പെയിൻറ്റിങ് ഇപ്പോൾ റെഡി ആയി കേട്ടോ. ഇനിയില്ലേ, എൻ്റെ കയ്യിലൊരു ആക്രിലിക് മാർക്കർ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിളങ്ങിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് വെള്ളത്തിലുള്ള എഫക്റ്റൊക്കെ കൊടുത്തത്. അത് നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്തോ, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്താൽ അത്രയും മതി കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും വരച്ച് നോക്കുക. പിന്നെ പറഞ്ഞൊന്നും മറക്കണ്ട, ഹൈപ്പും ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്തോ.